ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഐസ് റോഡ് വെഞ്ചൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ ഇത് ആരുടെ മൂവിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. കഥയും കാര്യങ്ങളും എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് നിങ്ങൾ കണ്ടു മാത്രം മനസ്സിലാക്കിയാൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് അത്യാവശ്യം പ്രായമുള്ള ഒരാള് ഒരു മല ഇങ്ങനെ കയറാണ്. അങ്ങനെ കയറിപ്പോകുന്ന സമയത്താണ് പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴുന്നു. ഇത് കാണുമ്പോഴത്തേക്കും അയാൾ ആ ഒരു കയറിൽ നിന്ന് പിടിവിടുന്നതും പെട്ടെന്ന് താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു കല്ല് അയാളുടെ ദേഹത്ത് ഇരിക്കുന്നില്ല. അതിനു മുന്നേ തന്നെ അയാൾ ആ ഒരു കയറിൽ തൂങ്ങി എങ്ങനെയും രക്ഷപ്പെടുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള മൈക്ക്. അങ്ങനെ പിടിവിട്ട് താഴെ പോയാൽ എന്താ, പതിയെ ഒരു വിധത്തിൽ പിടിച്ച് നേരെ മുകളിലേക്ക് കയറുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ, ആ കയറും വേണ്ട വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം ഊരിക്കളഞ്ഞ് വെറും കൈകൊണ്ട് തന്നെ പിടിച്ച് നേരെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് എത്തുന്നത് മലറി ഇങ്ങനെ വിളിക്കാണ്. കാരണം ഇത്രയും വലിയൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു അച്ചീവ്മെന്റ്, ആ ഒരു സന്തോഷം, അതാണ് ഇപ്പൊ ഇതിലൂടെ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ നേരെ പോയിരിക്കുന്നത് ഒരു സൈക്കാട്രിസ്റ്റിന്റെ മുന്നിലാണ്. കുറച്ചു നാളുകൾക്ക് മുന്നേ ആർമിയിലുണ്ടായിരുന്ന ഹീറോയുടെ സഹോദരൻ ആശുപത്രിയിലായിരുന്നു. അങ്ങനെ ആ ഒരു സഹോദരൻ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഷമമെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഡോക്ടറിനെ കാണുന്നതും കൂടാതെ ഈ ഒരു ക്ലൈംബിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആ ഒരു വിഷമങ്ങളെല്ലാം മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡോക്ടറിനോട് പറയുന്നുണ്ട് രാത്രിയിൽ ഒട്ടും ഉറക്കം കിട്ടുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു ഡോക്ടർ പറയും ശരി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും മരുന്ന് എഴുതി തരാന്ന് പറയുമ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് നേരെ പോവും. എന്നിട്ട് ഈ ഒരു സിറ്റിയിൽ തന്നെ താമസിച്ചു കഴിഞ്ഞാൽ തന്റെ സഹോദരന്റെ ആ ഒരു ഓർമ്മകൾ വീണ്ടും തന്നെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറാന്ന് പറഞ്ഞ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് ഹീറോ താമസം മാറുകയാണ്. അങ്ങനെ ഹീറോയുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാം അകത്തേക്ക് കയറ്റിയിട്ട് ഇപ്പൊ ആ ഒരു ബോക്സ് എല്ലാം ഇങ്ങനെ കീറി നോക്കുമ്പോഴത്തേക്കാണ് തന്റെ സഹോദരൻ മരിക്കുന്നതിന് മുന്നേ ഹീറോയ്ക്ക് ഒരു ലെറ്റർ കൊടുത്തിരുന്നു. ഈ ഒരു കാര്യം മറന്നുപോയല്ലോ എന്നും പറഞ്ഞ് ഇപ്പൊ അതെടുത്ത് തുറന്ന് വായിക്കുമ്പോൾ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാല് അവൻ മരിച്ചു കഴിഞ്ഞാല് അവന്റെ ആ ഒരു അസ്ഥി ചാമ്പലുണ്ടല്ലോ അത് ഹിമാലയത്തിൽ കൊണ്ടുവയ്ക്കണം. കാരണം അവൻ മരിക്കുന്നതിന് മുന്നേ ഹിമാലയത്തിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ മരിച്ചതിന് ശേഷമെങ്കിലും ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇതുകൂടിയാവുന്നത് എന്തായാലും തന്റെ സഹോദരന്റെ ആ ഒരു ആഗ്രഹം അത് നിറവേറ്റാന്നും പറഞ്ഞിട്ട് ഹീറോ അവിടേക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ ഈ ഒരു മലയുണ്ടല്ലോ അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വൺ വേ ഉണ്ട്. ആ ഒരു വഴിയെ ബസ് ഇപ്പൊ അങ്ങോട്ട് പോകുന്നു. കുറെ കഴിയുമ്പോഴത്തേക്കാണ് എതിരെ മറ്റൊരു ട്രക്ക് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ഇതൊരു വൺ വേ ആയിട്ട് പോലും അയാൾ ഇങ്ങനെ വരുന്നതെന്ന് കാണുമ്പോൾ ആ ഒരു ബസ് ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവിടെ മറ്റൊരു സ്ഥലത്ത് ഈ ഒരു പ്രദേശത്ത് തന്നെയാണ് ഏതോ ഒരു വീടിന് മുന്നിലായിട്ട് ആരോ ഒരാള് ഒരു മൈക്കെല്ലാം വെച്ച് അവിടെയുള്ള ജനങ്ങളോടെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നു. സത്യത്തിൽ അവനൊരു ബിസിനസ്സുകാരനാണ്. ഇപ്പൊ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തായിട്ട് ഒരു വലിയ മലയുണ്ട്. അവിടെ വലിയൊരു ഡാം കെട്ടി വർഷത്തിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഒരുപാട് പേർക്കും അവിടെ ജോലി കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവരോട് പറയുമ്പോഴത്തേക്കും എന്തായാലും ഇത് എതിർക്കാനായിട്ട് ഒരു പെണ്ണുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഒരു പെണ്ണ് വന്ന് നിങ്ങൾ ഇതുപോലെ ഈ ഒരു മലകൾക്കിടയിൽ ഡാം കെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്ന ജനങ്ങളെല്ലാം ഈ ഒരു സ്ഥലവും വിട്ട് വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അതിനെ എതിർക്കുകയാണ്. അതുപോലെ ഈ ഒരു ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് ഒരു റോഡ് നിർമ്മിച്ചു കൊടുത്ത റോയ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കുടുംബമുണ്ട്. ആ ഒരു കുടുംബത്തിലെ ആളുകളും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ബിസിനസ് മാൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവിടെ നിൽക്കുന്ന ആ ഒരാളുണ്ടല്ലോ ഈ ഒരു കുടുംബത്തിലുള്ള അയാളെ ഈ ഒരു മൈക്കിനടുത്തേക്ക് വിളിക്കുമ്പോഴത്തേക്കും അയാൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു ഡാം ഒരിക്കലും ഇവിടെ കെട്ടാനായിട്ട് അനുവദിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൃഷി ബാക്കി കാര്യങ്ങളെല്ലാം നശിക്കും. നമുക്ക് പിന്നെ ഇവിടെ ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മുടെ പൂർവികരെ നമുക്ക് വിട്ടിട്ട് പോയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഒരിക്കലും അതിന് നമ്മൾ സമ്മതിക്കരുതെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും ഇത് കേട്ട് കൈയടിക്കുന്നു. അതേസമയം ആ ഒരു മലയുടെ വശത്ത് ഈ ഒരു ബസ് ഒരു വശത്ത് ഇരിക്കുന്നു, മറുവശത്ത് ആ ഒരു ട്രക്കും അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ബസ് ഡ്രൈവർ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആ ഒരു ട്രക്ക് ഉണ്ടല്ലോ അത് റിവേഴ്സ് എടുക്കുന്നു. അപ്പോൾ ബസ്സുകാരൻ ആ ഒരു പേടി ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ബസ്സുകാരൻ ഇപ്പൊ ആ ഒരു ബസ് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ട്രക്ക് ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ ഈ ഒരു ട്രക്ക് നല്ല വേഗതയിൽ ഓടിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ബസ്സിലേക്ക് ഇടിച്ച് ബസ് മറിക്കാനായിട്ട് ശ്രമിക്കുന്നു. സത്യത്തിൽ ഈ ഒരു ബസ്സിനകത്താണ് നമ്മുടെ റായ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു കുടുംബത്തെ കാണിച്ചല്ലോ അതിലെ ഏറ്റവും പ്രായമുള്ള ഒരു അപ്പൂവനുള്ളത്. അങ്ങനെ ഈ ഒരു ബസ് ഉണ്ടല്ലോ അതിനെ ആ ഒരു ട്രക്ക് കൊണ്ട് ഇടിച്ചിടിച്ച് പുറകിലേക്ക് കൊണ്ടുവന്ന് അതിലുള്ള അത്ര പേരും അത്ര ആളുകളെ ഒരു മനസാക്ഷിയില്ലാതെ ആ ഒരു ബസ്സിനോടൊപ്പം തന്നെ താഴേക്ക് തള്ളിവിടുന്നതും ബസ് താഴേക്ക് വീണ് അവരെല്ലാവരും മരിക്കാണ്. അവരുടെ പൊടി പോലും കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയായിപ്പോയി. എന്നിട്ട് ഈ ഒരു ട്രക്ക് ഡ്രൈവർ താഴേക്ക് ഇറങ്ങി പോലീസിനെ വിളിച്ച് പറയുന്നുണ്ട് ഇതുപോലെ ഈ ഒരു മലയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നു, ഒരുപാട് പേര് മരണപ്പെട്ടു എന്നല്ല. അപ്പോഴാണ് ആ ഒരു ഫോൺ വിളിക്കുന്നവന്റെ കയ്യിൽ എന്തോ ഒരു ടാറ്റു കുത്തിയിട്ടുണ്ട്. അതേസമയം ഈ ഒരു ഗ്രാമത്തിലെ ജനങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു അപ്പൂനുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ഒരു പയ്യൻ നല്ല വേഗതയിൽ ഓടി വന്ന് അച്ഛാ നമ്മുടെ മുത്തശ്ശൻ മരണപ്പെട്ടു എന്നിങ്ങനെ പറയുന്നതും എന്താണ് നീ പറയുന്നേ, അതെ ബസ്സിനോടൊപ്പം തന്നെ ഞങ്ങളുടെ മുത്തശ്ശനെ അവൻ താഴേക്ക് തള്ളിയിട്ട് കൊന്നു എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെ താഴെ ഉണ്ടായിരുന്ന ആ ഒരു ബിസിനസ്മാന്റെ പേരാണ് വിജയ് റായ്. മുകളിൽ നിന്ന് സംസാരിച്ച അയാളുടെ മകനാണ്. ഇവിടെ ഡാം കെട്ടാൻ സമ്മതിക്കാത്ത തന്റെ കുടുംബമായാലും ആ ഒരു കുടുംബത്തിലുള്ള തന്റെ സ്വന്തം മുത്തശ്ശനെയാണ് ഇപ്പൊ അവൻ കൊന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ അയാളുടെ കാര്യം ഇനി എന്തായിരിക്കും എന്ന് അറിയത്തില്ലല്ലോ.
അതുകൊണ്ട് തന്നെ അയാളെ വിളിച്ച് ആ ഒരു പയ്യൻ താഴേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവിടെ എയർപോർട്ടിൽ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയിട്ട് തന്റെ സഹോദരന്റെ ആ ഒരു അസ്ഥി ഉണ്ടല്ലോ അത് എയർപോർട്ട് സെക്യൂരിറ്റികളെല്ലാം കണ്ടിട്ട് ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ആ ഒരു കാര്യം പറയും. പക്ഷെ ആദ്യം അവർ വിശ്വസിക്കത്തില്ല. കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കാഠ്മണ്ഡുവിലേക്ക് വിമാനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തന്റെ പഴയ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നുണ്ട്. അവസാനമായിട്ട് സഹോദരൻ ലീവിന് വന്നപ്പോൾ തിരിച്ച് ജോലിക്ക് കൊണ്ടുവെക്കാനായിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് ഹീറോ ആണ്. പക്ഷെ അവിടെ കൊണ്ടുവിടുമ്പോഴത്തേക്കും തന്റെ സഹോദരന്റെ അവസാനത്തെ യാത്രയാണിത് എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഒരിക്കലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ അവസാനം കാഠ്മണ്ഡുവിലേക്ക് ആ ഒരു വിമാനം പറന്നിറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ഹീറോ നേരെ അവൻ ബുക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ഈ ഒരു സീൻ കൊള്ളാല്ലേ, നല്ലൊരു ഫ്രെയിം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അധിക നേരം ഒന്നും ഹോട്ടലിൽ നിൽക്കുന്നില്ല. എന്തായാലും ഈ ഒരു കാര്യം ഹിമാലയത്തിലേക്ക് കൊണ്ടുപോകണമല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി. എന്നിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവനെ കൊണ്ടുപോകാനായിട്ട് ഒരു ഗൈഡ് ഉണ്ട്. അവളുടെ പേര് ധനി എന്നാണ്. അവൾക്കാണെങ്കിൽ ഏകദേശം ഒരു 10 ഭാഷകൾ സംസാരിക്കാൻ അറിയാം. അങ്ങനെ അവളെ പരിചയപ്പെട്ട് ഇപ്പൊ കാറില് ഹീറോയെ നേരെ അവിടേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അവിടെ ഈ ഒരു നേപ്പാളി ആർമി ഉണ്ടല്ലോ, അവർ ഈ ഒരു പരേഡും കാര്യങ്ങളൊക്കെ നടത്തുന്നത് കാണുമ്പോഴത്തേക്കും ഹീറോ അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ധനി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ആർമിയിലല്ലോ ആയിരുന്നോ? ഏയ് ഞാനല്ല, എന്റെ സഹോദരനാണ്. അപ്പോൾ വീണ്ടും നമ്മുടെ ഹീറോ അവന്റെ സഹോദരനെ പറ്റിയുള്ള ആ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. തന്റെ സഹോദരനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കി അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ അമേരിക്കയിലേക്ക് തീവ്രവാദികൾ ആക്രമിക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് അവനിങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു യുദ്ധത്തിൽ വെച്ചിട്ടാണ് അവന്റെ സഹോദരന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്തത്. പക്ഷെ എത്ര ശ്രമിച്ചിട്ട് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവന്റെ സഹോദരൻ മരണപ്പെട്ടത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്താ തനിന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ വരെ വണ്ടി പോകത്തുള്ളൂ, നമ്മൾ എത്തേണ്ട സ്ഥലമായി, ഇനി ഇവിടെ നിന്നും ബസ്സിൽ വേണം മുകളിലേക്ക് പോകാനായിട്ട്. ആ ഒരു മലയുടെ അടിവശത്തേക്ക് പോകാനായിട്ട് ഈ ഒരു ബസ്സിലാണ് പോകേണ്ടത്. അതുമല്ല ആ ഒരു ബസ് ഓടിക്കുന്നത് ഒപ്പം ഒരു 10-70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ. അപ്പൊ ആ ഒരു അപ്പൂപ്പന്റെ പേര് സ്പൈക്ക് എന്നാണ്. അപ്പൊ ഹീറോ ധനി ബാക്കിയുള്ളവരെല്ലാവരും അകത്തേക്ക് കയറുമ്പോൾ ഇവരോടൊപ്പം തന്നെ വേറെ കുറച്ച് ടൂറിസ്റ്റുകളും അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പൊ ആ ഒരു കൂട്ടത്തില് ഒരു അച്ഛനും മകളും ഉണ്ട്. അതില് മകളാണെങ്കിലോ ഇത്തിരി അഹങ്കാരം പിടിച്ചൊരു പെണ്ണാണെന്ന് തോന്നുന്നു. അവൾ ആ ഒരു രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പൊ ബസ്സിനകത്തേക്ക് പെട്ടെന്ന് കയറി വന്ന് ആരെയും മൈൻഡ് ചെയ്യാതെ എല്ലാവരെയും തട്ടി നേരെ ബാഗ് കൊണ്ടുവന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഒരാളുടെ ബാഗ് താഴേക്ക് തള്ളിയിടും. പക്ഷെ അതുപോലെ എടുത്തു വെക്കുന്നില്ല. ഇത് കണ്ട ധനി അവളെ പിടിച്ചു നിർത്തിയിട്ട് തള്ളിയിട്ട ബാഗ് മര്യാദയ്ക്ക് എടുത്തു വെക്കാൻ പറയുമ്പോൾ അവളുടെ അച്ഛൻ പെട്ടെന്ന് അകത്തേക്ക് കയറുന്നിട്ട് സോറി എന്നെ മോളോട് ദേഷ്യപ്പെടരുത്, അവളുടെ മൂടത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞ് ആ ഒരു അച്ഛൻ ബാഗ് എടുത്ത് മുകളിലേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും കൂട്ടി ആ ഒരു ബസ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ എല്ലാവർക്കും സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ നേരെ അപ്പൂപ്പന്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ടുപേരും അപ്പൂപ്പന്മാര് തന്നെയാണ്, വയസ്സിന് ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പഴയ കംപ്രസർ ഡീസൽ വണ്ടികളെല്ലാം ഇപ്പോഴും ഓടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പൻ ചോദിക്കും, ഇത്രയും കാര്യങ്ങൾ അറിയാലോ, നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അമേരിക്കയിലെ ഒരു ട്രക്ക് ഡ്രൈവറാണ്. എങ്ങനെയാന്ന് വെച്ചാല് ചെറിയ രീതിയിൽ തന്നെ ഒരു അനക്ക തട്ടി കഴിഞ്ഞാല് ഓക്കെ, ചെറുതായി തന്നെ താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടുന്ന വെടിമരുന്നുകളുണ്ടല്ലോ, അതെല്ലാം ഈ ഒരു ട്രക്കിൽ നിറച്ച് ഐസ് റോഡിലൂടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് സേഫ് ആയിട്ട് കൊണ്ട് എത്തിച്ച ആളാണ് നമ്മുടെ ഹീറോ. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു അപ്പൂവനോട് പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് അതേപോലെ തന്നെ നമ്മുടെ അപ്പൂവനും ഈ ഒരു സ്ഥലത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ കൊണ്ട് എവറസ്റ്റിന്റെ താഴേക്കുള്ള ആ ഒരു ബേസ് ക്യാമ്പിലേക്ക് ഇങ്ങനെ പോവാണ്. അതേസമയം റായ് ഫാമിലി ചേർന്ന ആ ഒരു വില്ലന്റെ അച്ഛനുണ്ടല്ലോ, അയാൾ ഇപ്പോ ഒരു കഴുതയുടെ പുറത്ത് കുറെ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. അപ്പോഴാണ് വിജയ് റായ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവന്റെ അച്ഛനെ വിളിക്കുന്നത്. അവനിപ്പോ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങാണ്. അപ്പൊ അയാൾ പറയും, ഹേയ് നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതുപോലെ മാർക്കറ്റിലാണെന്ന് പറയുമ്പോൾ എന്റെ കയ്യിൽ 1 മാസത്തേക്കുള്ള എല്ലാ സാധനവും ഉണ്ട്, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ. അതുമല്ല ഇനി മുതൽ നമ്മൾ ഫോണിൽ സംസാരിക്കണ്ട, പിന്നെ കോഡ് ഭാഷ അറിയാലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരാനായിട്ട് പറയാണ്. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം കേട്ട വിജയ് തിരിച്ച് അവന്റെ അച്ഛന്റെ അടുത്തേക്ക് നടന്നു പോകുമ്പോൾ ആരോ ഒരാൾ അവനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് വേറെ ആരുമല്ല, അവനെ കൊല്ലാനായിട്ട് ആ ഒരു വില്ലൻ സെറ്റ് ചെയ്ത ആളാണ്. അതും 2 പേര്, ഒരാടും അതേപോലെ തന്നെ ഒരു പെണ്ണും. അപ്പൊ ഈ ഒരു കാര്യം എന്നറിയാതെ വിജയ് എന്താ ചെയ്യുന്ന വെച്ചാല് ഈ മലയുടെ മുകളിലേക്ക് പോകാനായിട്ട് അവിടെ നിർത്തി വെച്ചിരിക്കുന്ന സ്പൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പൻ നമ്മുടെ ഹീറോ എല്ലാം പോകുന്ന ആ ഒരു ബസ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറും. അപ്പൊ ഇവര് 2 പേരും അവനോടൊപ്പം തന്നെ ആ ഒരു ബസ്സിനകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ ബസ്സിലേക്ക് കയറിയിട്ട് ബസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറെ ദൂരം പോകുമ്പോഴത്തേക്കും ആ ഒരു പെണ്ണ് ഇവന്റെ അടുത്തിരുന്ന് പെട്ടെന്ന് അവളുടെ ഒരു തോക്കെടുത്ത് അവന്റെ തലയിലേക്ക് ഒരു ഒറ്റയടി അവന്റെ ബോധം പോയി. അതേപോലെ തന്നെ മുന്നിലിരുന്ന അവളുടെ കൂടെ വന്ന് ഒരുത്തനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിൽ ഒരു തോക്കുണ്ട്. അത് കാണിച്ച് ഈ ഒരു ബസ്സിലുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് അവരുടെ കയ്യിലുള്ള സെൽഫോൺ എല്ലാം ഇവര് വാങ്ങി വയ്ക്കുന്നു. അപ്പൊ ആ ഒരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളുടെ ഫോൺ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു ഫോൺ വാങ്ങി പുറത്തേക്ക് ഒരു ഒറ്റയേറ്. എന്നിട്ട് മുന്നിൽ നിൽക്കുന്ന അവനാണെങ്കിലോ നമ്മുടെ അപ്പൂപ്പന്റെ അടുത്തേക്ക് എന്നിട്ട് തലയിലേക്ക് തോക്ക് വെച്ച് ഓക്കെ ഇപ്പൊ മൗണ്ട് എവറസ്റ്റ് അവിടേക്കല്ല പോകേണ്ടത്, വണ്ടി പെട്ടെന്ന് ലെഫ്റ്റ് എടുത്ത് മറ്റൊരു വഴിയെ പോകാൻ പറയുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അപ്പൂപ്പൻ പറയുന്നുണ്ട്, അയ്യോ ആ ഒരു വഴിയോ, അത് ഈ ഒരു മലയുടെ സൈഡിലൂടെയുള്ള വഴിയാണ്, അതിലെ പോകുന്നത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞങ്ങൾ മേളിലേക്ക് അയക്കുമെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാതെ ഇപ്പോൾ വണ്ടി അവിടേക്ക് തിരിച്ച് ഇപ്പൊ ഈ ഒരു സിറ്റിയുടെ വെളിയിലേക്കാണ് ഇവർ വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. കാരണം ഈ ഒരു വഴിയെ വേണം അവിടേക്ക് പോകാനായിട്ട്. അതുപോലെ ഈ ഒരു വഴി അത്ര ശരിയായിട്ടുള്ള വഴിയല്ല എന്ന് ധനിക്കറിയാം. അപ്പോൾ അവള് ഹീറോയോട് പറയുന്നുണ്ട്, നമ്മളിപ്പോ ഇവർ കൊണ്ടുപോകുന്നത് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വഴിയാണ്, അതുമല്ല നേപ്പാളിൽ ആരെങ്കിലും ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സാക്ഷികളായിട്ട് വേറെ ആരെയും അവർ വിട്ടുവെക്കത്തില്ല, അതുകൊണ്ട് ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഇപ്പൊ ആലോചിച്ച് നോക്കും. അങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്ന സമയത്താണ് അവൻ ഇരിക്കുന്ന
ഇരിക്കുന്ന സീറ്റിനടിയിലായിട്ട് ചെറിയൊരു ഡോർ ഉണ്ട്. അത് ചവിട്ടി തുറക്കുമ്പോൾ ഈ ഒരു ബസ്സിന്റെ ടയർ കാണാൻ കഴിയും. അതുമല്ല മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു കോടാലി പോലത്തെ കാര്യം ഉണ്ടല്ലോ, മഞ്ഞിലെല്ലാം തറച്ചിങ്ങനെ കയറുന്ന അതിരിപ്പുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എടുക്കാൻ വേണ്ടി നമ്മുടെ ധനിയോട് അവനിങ്ങനെ സിഗ്നൽ കാണിക്കുമ്പോൾ അത് എടുക്കാൻ പറ്റുന്ന ഒരു അവസരം അതിനുവേണ്ടി ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവർ പോകുന്ന വഴിയിൽ ഒരാൾ ആടുകളെയും കൊണ്ട് ഇങ്ങനെ മേയ്ക്കാൻ പോകുന്നു. അപ്പോൾ ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പിൽ ധനി എഴുന്നേറ്റ് ആ ഒരു കോടാലി എടുത്ത് കയ്യിൽ വെച്ചേക്കും. വേറെ ആരും ഇത് കാണത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബസ് മുന്നിലേക്ക് പോകുമ്പോൾ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഡോർ ഉണ്ടല്ലോ അതങ്ങനെ തുറന്നിട്ട് ഈ ഒരു കോടാലി എടുത്ത് ആ ഒരു ടയറിനിടയിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴേക്കും ടയർ പഞ്ചറാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പുക നല്ലതുപോലെ വരുന്നത് കൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച ആ ഒരു വില്ലി പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോൾ ബസ്സിനകത്തേക്ക് പുക വരുന്നു. അപ്പൊ ഈ ഒരു വില്ലി അടുത്തേക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും അകത്ത് ആ ഒരു കോടാലി കുടുങ്ങിയിരിക്കുന്നു. അപ്പൊ നീയാണല്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഈ ഒരു ടയർ ഈ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ബസ്സിന്റെ നിയന്ത്രണം വിട്ട് ബസ് അങ്ങോട്ട് ഇങ്ങോട്ട് മറിഞ്ഞു ഇങ്ങനെ പോവാണ്. ആ ഒരു ഗ്യാപ്പിൽ ധനി ആ ഒരു വില്ലിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു വില്ലനുണ്ടല്ലോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അപ്പോൾ നിയന്ത്രണമില്ലാതെ ഓടുന്ന ആ ഒരു ബസ്സിൽ ഇവരുടെ വേറെ ലെവലിലുള്ള ഫൈറ്റ് ആണ്. ധനിയാണെങ്കിൽ ആ ഒരു വില്ലിയോടും ഹീറോ അവനോടും. അങ്ങനെ ഹീറോ അവനോട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മല കയറുന്ന ഒരു കമ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ ഒരു വില്ലന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ കുത്ത്, എന്നിട്ട് അവനെ എടുത്തൊരു ഒറ്റയേറ് വെളിയിലേക്ക്. ഇപ്പൊ ബസ്സിന്റെ പുറകിൽ കാണിക്കുമ്പോഴത്തേക്കും ധനിയും ആ ഒരു വില്ലിയും ധനി അവളോട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. കാരണം അവള് നല്ലൊരു അസാസിയൻ ആയതുകൊണ്ട് തന്നെ ധനിയെ നല്ലതുപോലെ ഇടിക്കും. അപ്പൊ ഇത് കണ്ട ഹീറോ ഓടി വന്ന് അവളെ പിടിക്കുമ്പോൾ അവള് ഹീറോയുടെ മുഖത്തേക്ക് 2-3 ഇടി, എന്നിട്ട് ഹീറോ ഇടിച്ച് താഴേക്കിടുന്നതും ഈ ഒരു കാര്യം കണ്ട ആ ഒരു ബസ്സിനകത്ത് കയറിയ ആ ഒരു പെണ്ണുണ്ടല്ലോ അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ അടുത്തായിട്ട് ഒരു തോക്ക് കിടപ്പുണ്ട്. ആ ഒരു തോക്ക് നീക്കി ഹീറോയുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നതും ഹീറോ ആ ഒരു തോക്ക് എടുത്തിട്ട് നമ്മുടെ അസാസിയന്റെ തലയിലേക്ക് ഒരു ഒറ്റയിടി, അവളുടെ ബോധം പോയി താഴെ വീഴുമ്പോൾ ഇപ്പൊ ഈ ഒരു ബസ്സാണെങ്കിൽ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ ഓടിപ്പോയല്ലേ. പെട്ടെന്നാണ് അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്. അതുപോലെ ഒരു മലയുടെ സൈഡിലൂടെയാണ് ഈ ഒരു ബസ് പോകുന്നത്. ഈ ഒരു ബസ്സിന് നിയന്ത്രണമില്ലാതെ നേരെ അതിലേക്ക് കൊണ്ടിടിച്ച് ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബസ്സിന്റെ പകുതി ഭാഗവും ആ ഒരു കുഴിയിലേക്കും പകുതി ഭാഗവും റോഡിലേക്കാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു ബസ്സിലുള്ള ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരാണ്. എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലി അതിനകത്ത് കിടക്കുന്ന അവളുടെ കൈയാണെങ്കിൽ ഹീറോ കെട്ടിവെച്ചിട്ടുണ്ട്. അതേപോലെ ഇവർ നോക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. എന്താന്ന് വെച്ചാൽ ഹീറോയുടെ സഹോദരന്റെ ആ ഒരു അസ്ഥി ഉണ്ടല്ലോ ആ ഒരു ഭരണി ഇപ്പോ ബസ്സിനകത്ത് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് പോവാണ്. അതെങ്ങനെയെങ്കിലും എടുക്കണം. അങ്ങനെ അതൊരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് എങ്ങനെയെങ്കിലും അതും എടുത്ത് ഹീറോ നേരെ വെളിയിലേക്ക് വരുന്നതും ആ ഒരു വഴിയെ പോയി ഒരു പോലീസ് വണ്ടി ഇവരെ കണ്ട് അവിടെ നിർത്തുന്നു. അപ്പോൾ നമ്മുടെ ബസ്സിലുള്ള ഒരാളെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ഇവരെ ശ്രമിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വില്ലിയെ ആ ഒരു പോലീസുകാരന് പിടിച്ചു കൊടുക്കും. അതുമല്ല മയങ്ങി കിടക്കുന്ന നമ്മുടെ വിജയെ കാണുമ്പോഴത്തേക്കും അതിൽ ആ ഒരു മെയിൻ പോലീസുകാരൻ ഓക്കെ ഇവന് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആ ഒരു അപ്പൂപ്പൻ ധനി ഈ ഒരു 3 പേരും കൂടി ആ ഒരു ബസ്സിന്റെ ടയർ മാറ്റാൻ വേണ്ടി ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ആക്സിൽ വലിച്ചൂരി നോക്കുമ്പോഴത്തേക്കാണ് അതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും എനിക്ക് വെൽഡിങ് അറിയാം എന്നും പറഞ്ഞിട്ട് അവൻ ഇപ്പൊ അത് വെൽഡ് ചെയ്ത് ഇങ്ങനെ സഹായിച്ചു കൊടുക്കുകയാണ്. അതേസമയം ഒരു ഹോസ്പിറ്റലിന്റെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ വില്ലന്റെ ടീം ഉണ്ടല്ലോ ബിസിനസ്സുകാരൻ അവന്റെ ടീം ഒരുപാട് വണ്ടികളായിട്ട് ഇവിടേക്ക് വരുന്നു. അതുമല്ല ഇപ്പൊ ഇവരെല്ലാവരെയും പാസഞ്ചേഴ്സിനെ എല്ലാം കൊണ്ടുപോകാനായിട്ട് മറ്റൊരു ബസ് അവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മെയിൻ പോലീസുകാരൻ ഈ ഒരു പാസഞ്ചേഴ്സിനെ എല്ലാം ആ ഒരു ബസ്സിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. അപ്പോഴേക്കാണ് ആ ഒരു അച്ഛനും മകളും അയാളൊരു പ്രൊഫസറാണ്. അയാൾ വന്ന് ഈ ഒരു പോലീസുകാരനോട് ചോദിക്കും അല്ല നിങ്ങളൊരു പയ്യനെ കൊണ്ടുപോയാലോ അവനിപ്പോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടേക്ക് സ്ഥലം കാണാൻ വന്നു കഴിഞ്ഞാല് അത് മാത്രം ചെയ്തിട്ട് പോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട എന്നും പറഞ്ഞ് ഒരു ഭീഷണി സ്വരത്തിൽ സംസാരിച്ച് നേരെ ആ ഒരു വിജയനൊക്കെ എടുത്തിരിക്കുന്ന ആ ഒരു റൂമിലേക്ക് ഇങ്ങനെ കയറിപ്പോവാണ്. അപ്പൊ ഇതിൽ തന്നെ ആ ഒരു പ്രൊഫസറിന് ഇവിടെ എന്തോ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അതേസമയം ആ ഒരു റൂമിനകത്ത് കാണിക്കുമ്പോൾ വിജയ് എന്ന് പറഞ്ഞ അവനെ അവിടെ കെട്ടിയിട്ടിട്ട് ആ ഒരു ബിസിനസ് മാൻ അകത്തേക്ക് കയറി വന്ന് നിന്റെ അച്ഛൻ എവിടെയാ ഒളിച്ചിരിക്കുന്നത് ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറയുമ്പോൾ അവനാണെങ്കിൽ എന്ത് ചെയ്താലും അത് പറയത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുമ്പോൾ ആ ബിസിനസ് മാൻ പറയുന്നുണ്ട് ഓക്കെ എന്ത് ചെയ്തിട്ടായാലും അവന്റെ അച്ഛൻ എവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ കയ്യിൽ ടാറ്റു വെച്ച് ഒരുത്തൻ എന്തോ ഒരു കമ്പി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ ഈ ഒരു ടാറ്റു കാണുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് സ്റ്റാർട്ടിങ്ങില് വിജയുടെ മുത്തശ്ശനെ കൊന്നല്ലോ ആ ഒരു ബസ് തള്ളിയിട്ടിട്ട് ആ ഒരു കാര്യം ചെയ്തത് ഇവനായിരുന്നു. അപ്പൊ ആ ഒരു ടാറ്റു അടിച്ചവൻ ആരാണെന്നറിയോ? അത് വേറെ ആരുമല്ല ആ ഒരു പോലീസുകാരൻ. അപ്പൊ അവനും ഈ ഒരു വില്ലന്റെ ആള് തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന പാതി പാസഞ്ചേഴ്സും ആ ഒരു പുതിയ ബസ് ഉണ്ടല്ലോ അതിൽ കയറി അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ആ ഒരു പ്രൊഫസറിന്റെ മകള് ധാനി നമ്മുടെ ഡ്രൈവർ അപ്പൂപ്പൻ ഇവരെല്ലാവരും ഇവിടെ നിന്ന് പോയിട്ടില്ല. ഇവരെല്ലാവരും ഈ ഒരു ബസ് ശരിയാക്കുന്ന കാര്യത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രൊഫസർ വന്ന് ഹീറോയോട് പറയുന്നുണ്ട് ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു പയ്യനെ കൊണ്ടുപോയ പോലീസിലെ അയാളെ കണ്ടിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല, ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പയ്യന് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്, നമുക്കത് പോയി നോക്കിയിട്ട് വന്നാലോ എന്നും പറഞ്ഞ് നമ്മുടെ ധനിയെയും കൂട്ടി ഇവര് 3 പേരും അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവര് 3 പേരും ആ ഒരു ബിൽഡിങ്ങിന് അടുത്തേക്ക് ചെന്നിട്ട് അവിടെ കാവലിന് വെളിയിലൊരു പോലീസുകാരനുണ്ട്. അയാളോട് പറയും ഇതുപോലെ വിജയ് കാണണമെന്ന് പറയുമ്പോൾ വിജയ് ഇപ്പോൾ മയക്കത്തിലാണ്, കാണാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും അകത്ത് വിജയ് കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. കാരണം ഒരു ഇരുമ്പ് കമ്പി പഴിപ്പിച്ച് അവന്റെ കയ്യിലേക്ക് വെച്ച് അവന്റെ അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ അങ്ങനെ ചെയ്യാണ്. അപ്പൊ ഇത് കൂടിയാവുന്നത് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു പോലീസുകാരുടെ മുഖത്തേക്ക് കൈ മടക്കി ഒരു ഇടി ഇടിക്കുന്നതും അവന്റെ ബോധം പോയി താഴെ വീഴുമ്പോൾ ഇവര് 3 പേരും അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാള് വിജയ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ആ ഒരു കാര്യം ഇവര് 3 പേരും ഒളിച്ചിങ്ങനെ കാണുകയാണ്.
അപ്പൊ നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു നാട്ടിൽ നിന്ന് ഒരു ഫോൺ കണ്ടുപിടിച്ച് അമേരിക്കൻ എംബസിയെ വിളിച്ച് ഈ ഒരു കാര്യം പറയാന്ന് പറയുമ്പോൾ ഹീറോ പറയും അതിനൊന്നും സമയമില്ല, അതിനു മുന്നേ തന്നെ ഇവന്റെ കാര്യത്തിലെ തീരുമാനവും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ ഇപ്പൊ ആ ഒരു തോക്കെടുത്ത് അകത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ധാനി ആ ഒരു പോലീസുകാരന്റെ തോക്കുണ്ടല്ലോ അതും എടുത്ത് ഈ ഒരു പോലീസുകാരനെ ഇവർ രണ്ടുപേരും പിടിച്ചിങ്ങനെ നിർത്തുമ്പോഴത്തേക്കും ആ ഒരു ബിസിനസ്സുകാരനും അതേപോലെ തന്നെ അവന്റെ ആളുകളും പെട്ടെന്ന് അകത്തേക്ക് കയറി വരുന്നു. ഈ ഒരു കാര്യം ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു പ്രൊഫസർ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ കുറച്ച് നേരത്തെ തന്നെ എംബസിയെ വിളിച്ച് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഇവിടേക്ക് പെട്ടെന്ന് തന്നെ വരാൻ പോവാണ്, നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബിസിനസ്മാൻ പറയും എടാ മണ്ട അതിന് ഇവിടെ ഫോണില്ല, പിന്നെ നീ എവിടുന്ന് ഇത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് നമ്മുടെ പ്രൊഫസറിന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് പ്രൊഫസറിനെ അവിടെ വെച്ചാൽ കൊല്ലും. അപ്പൊ ഇത് കൂടി കാണുന്നത് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ധാനിയും ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അവര് ഒളിച്ചിരുന്ന് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇവിടെ ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ഗ്യാപ്പിൽ ധാനി വിജയുടെ കെട്ടഴിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തി പതിയെ വെളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഓടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പൂപ്പൻ നേരത്തെ തന്നെ ആ ഒരു വണ്ടിയുടെ ടയറിൽ റെഡിയാക്കി നിൽക്കുകയാണല്ലോ. അതുപോലെ ഇവർ ഓടി വരുമ്പോൾ തന്നെ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അപ്പൂപ്പൻ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓടി വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഡോർ അടച്ചിട്ട് അതിന് വെളിയിൽ ആ ഒരു തോക്കെടുത്ത് ലോക്കായിട്ട് ഇങ്ങനെ വെക്കുന്നു. അപ്പൊ ഇവർക്ക് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ കഴിയത്തില്ല. എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും ഓടി അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഫസറിന്റെ മകള് ഹീറോയോട് ചോദിക്കുന്നുണ്ട് അല്ല എന്റെ അച്ഛനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും സോറി മോളെ നിന്റെ അച്ഛനെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇവരെ എന്തായാലും വെറുതെ വിടാൻ കഴിയത്തില്ലല്ലോ നമ്മുടെ ബിസിനസ്മാനും അതേപോലെ തന്നെ അവിടെയുള്ള പോലീസുകാര് ഇവരെല്ലാവരും വന്ന് ഇവരെ തടയാൻ വേണ്ടി ആ ഒരു ബസ്സിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഇവര് ബസ് ഓടിച്ച് മുന്നോട്ട് തന്നെ പോവാണ്. അപ്പോഴേക്കും അവർ പെട്ടെന്ന് ബസ്സിനകത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പൂവന്റെ ദേഹത്തേക്ക് ബുള്ളറ്റ് കൊണ്ട് അപ്പൂവൻ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അങ്ങനെ അപ്പൂവൻ താഴേക്ക് വീഴുമ്പോഴത്തേക്കും ആ ഒരു ബസ്സിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ ഹീറോ പിടിച്ചിട്ട് ഇപ്പൊ അവരെ ഇടിക്കാൻ ചെല്ലുന്ന രീതിയിൽ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അവരെല്ലാവരും പേടിച്ച് പല വഴിക്കാടിങ്ങനെ പോകും. ആ ഒരു ഗ്യാപ്പിൽ അവിടെയുള്ള വണ്ടിയെല്ലാം ഇടിച്ച് തെറിപ്പിച്ചിട്ട് അങ്ങനെ മുന്നിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു സിമന്റ് ട്യൂബ് വലിയ ട്രക്കിൽ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോലീസുകാർ പുറകെ വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു സിമന്റ് ട്യൂബ് ഉണ്ടല്ലോ അതിന്റെ കെട്ടെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്നതും ഇതെല്ലാം കൂടി താഴേക്ക് വീഴുമ്പോഴത്തേക്കും ഇവർക്ക് അവരെ ഫോളോ ചെയ്ത് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഇവർ നല്ല വേഗതയിൽ ആകെ ടെൻഷനുമായിട്ട് ഇവർ കൊല്ലാൻ വരുന്നുള്ള ആ ഒരു പേടിയിലാണല്ലോ ബസ് ഓടിച്ചിട്ട് പോകുന്നത്. അങ്ങനെ ഇവർ നല്ല വേഗതയിൽ ആ ഒരു ബസ് ഓടിച്ച് നേരെ മൗണ്ട് എവറസ്റ്റ് അതിന്റെ താഴേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഇൻസ്പെക്ടർ അതേപോലെ തന്നെ ബിസിനസ്മാൻ ഇവരെല്ലാവരും ഇപ്പൊ അപ്പുറത്തേക്ക് പോകണല്ലോ, അതുകൊണ്ട് തന്നെ വലിയൊരു JCB എല്ലാം കൊണ്ടുവന്ന് ഈ ഒരു സിമന്റ് ട്യൂബ് എല്ലാം അവിടെ നിന്ന് ഇങ്ങനെ മാറ്റുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആ ഒരു ബസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുന്നു. പുതിയ സ്ഥലമാണ്, അതുപോലെ ഇപ്പൊ ഇവർ പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ ചെറിയൊരു ചരിവുണ്ട്. അപ്പോഴാണ് ധാനി പറയുന്നത് ഈ ഒരു റോഡ് ഇതുപോലെയാണ് മുന്നോട്ട് പോകുന്നത്, അതുപോലെ ഈ ഒരു റോഡിനെ റോഡ് ടു സ്കൈ എന്നാണ് വിളിക്കുന്നത്. എന്ത് റോഡ് ടു സ്കൈയോ? അതിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ കിടക്കാണ്. കാരണം നല്ലതുപോലെ ബുള്ളറ്റ് കൊണ്ടല്ലോ. അപ്പൊ അപ്പൂപ്പൻ ഇവരോട് പറയുന്നുണ്ട് പ്ലീസ് എന്നെ ഈ ഒരു ബസ് വിട്ട് വെളിയിലേക്ക് ഇറക്കും, എനിക്ക് ഒരിക്കലും ഈ ഒരു ബസ്സിനകത്ത് കിടന്ന് മരിക്കാനായിട്ട് താല്പര്യമില്ല, അതൊരിക്കലും സമ്മതിക്കരുത്, അതുകൊണ്ട് എന്നെ ഈ ഒരു ബസ്സിൽ നിന്ന് പുറത്താക്കാൻ പറയുമ്പോൾ എന്തായാലും ഇത് നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞ ആഗ്രഹം ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ബസ് അവിടെ നിർത്തി നമ്മുടെ അപ്പൂപ്പനെ നേരെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു കല്ലിനടുത്തേക്ക് ചാരിയിരുത്തും. എന്നിട്ട് അപ്പൂപ്പന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവർ കൊണ്ടുവന്ന ഒരു തോക്കും എടുത്ത് അപ്പൂപ്പന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവർ അവിടെ നിന്ന് യാത്ര ആവാണ്. അപ്പോ ഇനിയിപ്പോ ഇവർ എവിടേക്കാണ് ചെല്ലുന്നതെന്ന് വെച്ചാല് ഈ മഞ്ഞുള്ള ആ ഒരു ഭാഗത്തേക്കാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് 60 ഡിഗ്രി ചരിവുള്ള ഒരു വലിയ റോഡ് ഇവർ കാണുന്നത്. അതുപോലെ ആ ഒരു റോഡിന് മുന്നിലായിട്ട് ഒരു വിഞ്ചും വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പ്ലാൻ എന്ന് വെച്ചാല് ഈ ഒരു ബസ്സിന്റെ പുറകെ ആ ഒരു വിഞ്ച് വെച്ചിട്ട് അതുവഴി പതിയെ പതിയെ താഴേക്ക് ഇറക്കുക, അല്ലാതെ വേറെ വഴിയില്ല. കാരണം ഈ ഒരു ബസ്സിന്റെ ബ്രേക്ക് വെച്ചിട്ടൊന്നും ഈ ഒരു ഇറക്കത്തിൽ അവർക്ക് താഴേക്ക് എത്താനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതുപോലെ തന്നെ അവർ പ്ലാൻ ചെയ്ത് ഇപ്പൊ ആ ഒരു വിഞ്ച് വെച്ച് ബസ്സിന്റെ പുറകിൽ കെട്ടിയിട്ട് ആ ഒരു ബസ് പതിയെ പതിയെ താഴേക്ക് ഇറക്കും. അങ്ങനെ ഈ ഒരു ബസ് ആയാലും പതിയെ പതിയെ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം. എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ആ ഒരു ബസ് അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നു. പുറകിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വിഞ്ച് ഉണ്ടല്ലോ അതിനെന്തോ ഒരു പ്രശ്നമായിട്ട് അത് സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് അവരെല്ലാവരും ഇപ്പൊ പുറകെ വന്ന് നമ്മളെ എല്ലാവരെയും കൊല്ലും. അതുകൊണ്ട് ആ ഒരു റോപ്പ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞ് ഹീറോ അങ്ങനെ വരുമ്പോ ധാനി പെട്ടെന്ന് ഹീറോയെ തടഞ്ഞിട്ടാണ് പറയുന്നത് ദേ നിങ്ങളിപ്പോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഈ ഒരു ബസ് നേരെ താഴേക്ക് പോകും, അതുമല്ല ഹെയർ പിന്ന് പോലെ ഒരു വളവുണ്ട്, അത് നിങ്ങൾക്ക് വളച്ചുകൊണ്ട് പോകാൻ കഴിയോ? ആ ഒരു വളവില് നിങ്ങൾക്ക് ബസ് കൺട്രോൾ ചെയ്യാൻ കഴിയോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇപ്പോൾ വേറെ വഴിയില്ല ഇതല്ലാതെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെന്ന് ആ ഒരു കയറ് അതങ്ങ് കട്ട് ചെയ്ത് വിടുന്നതും ഈ ഒരു ബസ് നിയന്ത്രണമില്ലാതെ നേരെ താഴേക്ക് പോവാണ്. അങ്ങനെ ബസ്സിന്റെ നിയന്ത്രണമില്ലാതെ അത് നല്ല സ്പീഡിന് താഴേക്ക് പോകുന്നതും ഹീറോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിംഗ് എല്ലാം പിടിച്ച് തിരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് ഒരു വിധത്തില് ഈ ഒരു ബസ് നേരെ താഴേക്ക് വന്ന് ഒരു കല്ലിലേക്ക് ഇടിച്ച് തല കീഴായിട്ട് മറിഞ്ഞു വീഴും. എന്തോ ഭാഗ്യത്തിന് അതിനകത്തുള്ള ആർക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അതുമല്ല ബസ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ടയർ പൊട്ടി മറിയാൻ കാരണം എന്താന്ന് വെച്ചാല് ഇതിന്റെ ആക്സിൽ ഒടിഞ്ഞിട്ട് ഇവര് വെൽഡ് ചെയ്ത് വെച്ചല്ലോ അത് വീണ്ടും പൊട്ടിപ്പോയി. അതുകൊണ്ടാണ് ആ ഒരു ആക്സിൽ ഒടിഞ്ഞ് ഇപ്പൊ ബസ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഇനി ആക്സിൽ ഇല്ലാതെ ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആ ഒരു കുഴിയിൽ ഇതുപോലെ ഒരുപാട് ഡ്രൈവർമാർ ആ ഒരു വിശ്വാസത്തിൽ ഈ ഒരു ഇറങ്ങി വരുമ്പോൾ അവരുടെ നിയന്ത്രണം വിട്ട് ഒരുപാട് അപകടമെല്ലാം സംഭവിച്ചിരുന്നു. അങ്ങനെ ആ ഒരു വണ്ടികളെല്ലാം അവിടെ മറിഞ്ഞു കിടപ്പുണ്ട്. അത് കാണുമ്പോഴത്തേക്കും ഹീറോ ഒരു പ്ലാൻ ചെയ്യും, ആ ഒരു വണ്ടിയിലുള്ള ആക്സിൽ എടുത്ത് ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഒരു ബസ് ഇവര് ഇപ്പൊ അവിടെയുള്ള ബാരിക്കേഡിൽ കയറെല്ലാം വെച്ച് കെട്ടിയിട്ട്
ഈ ഒരു ബസ് എങ്ങനെയെങ്കിലും ഇവരെല്ലാവരും കൂടി ചേർന്ന് വലിച്ച് നേരെയാക്കും. എന്നിട്ട് ഇനി നേരെ താഴേക്ക് പോയിട്ട് ആ ഒരു പഴയ വണ്ടിയുടെ ആക്സിലി അതെടുത്തോണ്ട് വരാം എന്നുള്ള രീതിയിൽ ഇവർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനാണെങ്കിൽ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ വില്ലന്റെ ടീം അവിടേക്ക് വരുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടേക്ക് വന്ന് വണ്ടി ഇങ്ങനെ നിർത്തുമ്പോഴത്തേക്കും ഇത് കണ്ട നമ്മുടെ അപ്പൂപ്പനാണെങ്കിലോ അപ്പൂപ്പന്റെ കയ്യിലുള്ള ആ ഒരു തോക്കെടുത്ത് അവരെങ്ങനെ ഷൂട്ട് ചെയ്യും. ഒരുപാട് നേരം ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ 1-2 പോലീസുകാർ മരിക്കുകയും ചെയ്യുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു തോക്കിലെ ബുള്ളറ്റ് അങ്ങ് തീരുമ്പോൾ ഇനിയിപ്പോ അപ്പൂപ്പന് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്മാനും അതേപോലെ തന്നെ പോലീസുകാരനും രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിയെന്ന് നമ്മുടെ അപ്പൂപ്പനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ധനിയും ഇവര് രണ്ടുപേരും കയറെല്ലാം കെട്ടി ആ ഒരു ബസിന്റെ ടയറിൽ തന്നെ അതെല്ലാം വെച്ചിട്ട് പതിയെ ആ ഒരു മലയുടെ താഴേക്ക് ഇറങ്ങാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ കിടക്കുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ അതിൽ കൊള്ളാവുന്ന ഒരു ആക്സിൽ ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആക്സിൽ ഹീറോയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹീറോ സ്പാനറെല്ലാം വെച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു വിഞ്ചുള്ള ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു റോഡിന്റെ മുകൾ ഭാഗം, അവിടേക്ക് നമ്മുടെ വില്ലന്റെ ടീമും വന്നു. അതുപോലെ ഇവർക്കും താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിഞ്ച് റെഡിയാക്കിയാൽ മാത്രമേ താഴേക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ആളെ കൊണ്ടുവന്ന് ഈ ഒരു വിഞ്ച് ശരിയാക്കാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ടീമും എങ്ങനെയെങ്കിലും ആ ഒരു ആക്സിൽ നേരെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഈ ഒരു ബസ്സിലേക്ക് അതിങ്ങനെ കയറ്റുകയാണ്. എന്നിട്ട് അത് ടൈറ്റ് ചെയ്യുന്നു. ആ ഒരു സമയം നമ്മുടെ പ്രൊഫസറിന്റെ മകൾ അവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വിജയ് അവളെ ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ അവളുടെ അച്ഛൻ മരിച്ച കാര്യം അതേപോലെ തന്നെ വിജയുടെ മുത്തശ്ശൻ മരിച്ച കാര്യം ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ധനിയും അവര് രണ്ടുപേരും ഒരു വിധത്തിൽ ആ ഒരു വിഞ്ച് എങ്ങനെയെങ്കിലും ഈ ഒരു ബസ്സിനടിയിലേക്കാക്കി. ഇവിടെയാണെങ്കിലോ വിജയുടെ അച്ഛൻ അവനൊരു മെസ്സേജ് അയക്കാണ്. എന്താന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് അവനെ കണ്ടില്ലല്ലോ, വഴി മറന്നുപോയോ എന്നുള്ള രീതിയിലാണ് ആ ഒരു മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് അതിനോടൊപ്പം 2 ഇമോജിയും. അപ്പൊ ഇത് നമ്മുടെ വില്ലനും ടീമും കാണുമ്പോഴത്തേക്കും അതേച്ചാ മറന്നുപോയി ആ ഒരു അഡ്രസ് ഒന്ന് അയച്ചു തരാൻ കഴിയോ എന്നുള്ള രീതിയിൽ തിരിച്ചൊരു മെസ്സേജ് അയച്ച് 2 ഇമോജി അയക്കുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ ഈ ഒരു കാര്യം അറിയാതെ ആ ഒരു അഡ്രസ്സും അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ ഒരു അഡ്രസ്സ് കിട്ടുന്നതും ആ ഒരു ബിസിനസ്മാൻ എന്താ ചെയ്യുന്ന വെച്ചാല് അവന്റെ കൂടെയുള്ള ഒരാളുടെ അടുത്തേക്ക് ദേ നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു പയ്യന്റെ അച്ഛനെ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയും പെട്ടെന്ന് അവിടേക്ക് അയാളെ കൊല്ലാനായിട്ട് പറഞ്ഞ് ആ ഒരാളെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. ഇപ്പൊ ആ ഒരുത്തൻ അവന്റെ കയ്യിലുള്ള ഒരു ബൈക്ക് കൊടുത്ത് നേരെ ഈ ഒരു മലയുടെ മുകളിലേക്ക് അങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ചെന്ന അവസാനം ഈ മലയുടെ മുകളിലായിട്ട് ഒരു വീടുണ്ട്. അവിടെയാണ് അയാൾ ഒളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഇവൻ നേരെ ആ ഒരു വീടിനടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. അതിനകത്ത് അയാൾ എന്തോ ഒരു കെണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവിടെയുള്ള വയറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണക്ട് ആയിട്ട് ഇതിനകത്തുള്ള ഒരു പെട്രോൾ ക്യാൻ പൊട്ടിത്തെറിച്ച് ആ ഒരു വീട് മുഴുവനായിട്ട് പൊട്ടിത്തെറിക്കുന്നു. അതോടെ അവിടേക്ക് ചെന്ന് അവന്റെ കാര്യം കഴിഞ്ഞു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും ആ ഒരു ബസ് ശരിയാക്കിയിട്ട് ഇപ്പോ വിജയ് പറയുന്ന ആ ഒരു വഴിയിലൂടെ തന്നെ ഇവർ ആ ഒരു ബസ് ഓടിച്ച് അവന്റെ അച്ഛനുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലമാണെങ്കിൽ ഇപ്പോ തീ പിടിച്ചിരിക്കുന്നു. അപ്പൊ ധാനി ചോദിക്കാല്ല നിന്റെ അച്ഛൻ ഇതിനകത്ത് കിടന്ന് മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല എന്റെ അച്ഛൻ ഒരിക്കലും ഇവിടെയല്ല, ഇവിടെ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്താണ് എന്ന് പറയുമ്പോഴത്തേക്കും പുറകിൽ തന്നെ അവന്റെ അച്ഛനെങ്ങനെ നിൽക്കുന്നു. എന്താന്ന് വെച്ചാല് ഇയാൾ ആ ഒരു കോഡ് ഭാഷ ഉപയോഗിച്ചിട്ട് ആ ഒരു ഇമോജി അയച്ചാണല്ലോ മെസ്സേജ് അയക്കുന്നത്. പക്ഷെ തിരിച്ചിതുപോലെ 2 ഇമോജി വരുമ്പോ തന്നെ അയാൾക്ക് മനസ്സിലായി ഇതൊരിക്കലും വിജയ് അയച്ച മെസ്സേജ് അല്ലാന്ന്. അതുകൊണ്ടാണ് അയാൾ ആ ഒരു രീതിയിൽ കെണി സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ തന്റെ മകൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും ബസ്സിൽ നിന്ന് താഴേക്കിറങ്ങി നമ്മുടെ ഹീറോ പെട്ടെന്ന് മയങ്ങി താഴേക്ക് ഒന്ന് വീഴാണ്. എന്താണെന്ന് ഇവർ അടുത്തേക്ക് ചെന്നിട്ട് ഹീറോയെ പൊക്കിയെടുത്ത് ഇവന്റെ അച്ഛനുള്ള ആ ഒരു ക്യാബിനിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ആ ഒരു ടേബിളിലേക്ക് എടുത്ത് ആ ഒരു ഷർട്ട് മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ വയറിന്റെ സൈഡിലായിട്ട് ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ആരോടും പറയാതാണ് ഇത്രയും നേരം നമ്മുടെ ഹീറോ ബസ് ഓടിച്ചത്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ബസ്സിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റെല്ലാം എടുത്തുകൊണ്ട് വന്ന് അവന്റെ ആ ഒരു മുറിവ് വെച്ച് കെട്ടുകയാണ്. അങ്ങനെ ഇവരിവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ബിസിനസ്മാൻ ആ ഒരു വിഞ്ച് റെഡിയാക്കി അവന്റെ കാറിൽ കെട്ടി പതിയെ താഴേക്ക് ഇറങ്ങുന്നു ആ ഒരു മലയുടെ മുകളിൽ നിന്നും. അങ്ങനെ വില്ലനും ടീമും ആ ഒരു മല ഇറങ്ങി അവസാനം ഈ ഒരു കത്തി പിടിച്ചിരിക്കുന്ന ക്യാബിനുണ്ടല്ലോ അതിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ അവിടെ ആരുമില്ല. അതേപോലെ തന്നെ വില്ലൻ അയച്ചു വിട്ട ആ ഒരാളുടെ ബൈക്ക് അവിടെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വില്ലൻ പറയുന്നുണ്ട് ഈ ഒരു മലയുടെ ഒരു സൈഡ് പോലും വിടാതെ എല്ലാ വശവും നല്ലതുപോലെ അന്വേഷിക്കണം, അന്വേഷിച്ച് അവരെ കൊല്ലണമെന്നും പറഞ്ഞ് വില്ലൻ ആളെ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നു. അതേസമയം ഇവിടെ നമ്മുടെ വിജയുടെ അച്ഛൻ വിജയനെ മാറ്റി നിർത്തിയിട്ടാണ് പറയുന്നത് ഈ ഒരു ബസ്സിൽ എത്രത്തോളം വെയിറ്റ് കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം വെയിറ്റ് കുറയ്ക്കണം. കാരണം നമുക്ക് ഈ ഒരു സ്ഥലം കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വലിയ കുഴി കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അവിടെയാണെങ്കിൽ പാല കെട്ടി കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ് ഒരു ക്രെയിൻ ഉപയോഗിച്ച് അപ്പുറത്തേക്ക് മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അതേസമയം ഇവിടെ അകത്ത് ധനിയും അതേപോലെ തന്നെ പ്രൊഫസറിന്റെ മകളും ഇവര് രണ്ടുപേരും ഹീറോയുടെ ദേഹത്തുള്ള ആ ഒരു ബുള്ളറ്റ് ഉണ്ടല്ലോ അതെങ്ങനെയെങ്കിലും പുറത്തെടുത്തു. പക്ഷേ രക്തം വരുന്നത് ഇപ്പോഴും നിൽക്കുന്നില്ല. അപ്പൊ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. അപ്പൊ വെളിയിൽ ഒരു കിണറുണ്ട്. അതിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മുടെ പ്രൊഫസറിന്റെ മകളെ വെളിയിലേക്ക് പറഞ്ഞു വിടുന്നതും അവളിപ്പോ ഒരു ബക്കറ്റ് എടുത്ത് നേരെ അവിടേക്ക് വരുന്നു. ബക്കറ്റ് എല്ലാം ഒരു വലിയ കന്നാസ്. അങ്ങനെ അവൾ അവിടേക്ക് വന്ന് വെള്ളമെല്ലാം എടുത്ത് ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കും കുറെ വണ്ടികൾ അവിടേക്ക് വരുന്ന ആ ഒരു വെളിച്ചം അവള് കാണുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇവരോട് പറയാൻ വേണ്ടി അവൾ പെട്ടെന്ന് ഇങ്ങനെ ഓടുന്നതും പുറകിലൂടെ വന്ന ഒരു പോലീസുകാരൻ അവളുടെ വായകം മൂടി പിടിക്കുകയാണ്. ഇവൾക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പുറകിലൂടെ നമ്മുടെ ധാനി വന്ന ആ ഒരു പോലീസുകാരനെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു ഒറ്റ കുത്ത്. അങ്ങനെ ആ ഒരു പോലീസുകാരൻ താഴെ വീഴുന്നതും ഇപ്പൊ ധാനി നേരെ അവളെയും കൂട്ടി ഉള്ളിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു പെണ്ണിനെ ആ ഒരു റൂമിൽ നിർത്തി ധാനി അവളോട് പറയും
ഓക്കെ, ആ ഒരു വില്ലന്മാരി എപ്പോ വേണമെങ്കിലും ഇതിനകത്തേക്ക് വരാം, അതുകൊണ്ട് നീ തയ്യാറായിരിക്കണം, നിനക്ക് അത്യാവശ്യത്തിനുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചിരാന്നും പറഞ്ഞ് അവൾക്കറിയാവുന്ന കരാട്ടയും കാര്യങ്ങളും അതിലെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇപ്പൊ ആ ഒരു പെണ്ണിന് ധനി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എഴുന്നേൽക്കുന്നു. ഇപ്പൊ ഹീറോയ്ക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ എല്ലാവരും വന്ന് ഈ ഒരു കാര്യം കണ്ട് ഇനിയിപ്പോ അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ആ ഒരു ബസ്സിനകത്തേക്ക് കയറി ബസ് എടുത്ത് ഈ ഒരു ബോർഡർ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം, ഈ ഒരു വലിയ കുഴിയുള്ളത്. അപ്പുറത്തേക്ക് പോകാനായിട്ട് പാലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോ വിജയുടെ അച്ഛന്റെ പ്ലാൻ എന്താണ്, അവിടെ ഒരു ക്രെയിൻ ഉണ്ട്, ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ ഒരു ബസ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് മാറ്റണം, അതാണ് പ്ലാൻ. അതിനുവേണ്ടി ഇപ്പോ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് ആ ഒരു ബസ് കയറ്റിയിട്ട് ഇപ്പൊ ആ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പതിയെ മുകളിലേക്ക് ഉയർത്താണ്. അങ്ങനെ ബസ് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവർക്ക് അത്രയും സന്തോഷമായി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ സന്തോഷം മങ്ങാൻ പോകുന്നു. എന്താന്ന് വെച്ചാല് ദൂരെ നിന്ന് നമ്മുടെ ബിസിനസ്സുകാരനും അതേപോലെ തന്നെ അവന്റെ ടീമുണ്ടല്ലോ ഒരുപാട് കാറുമായിട്ട് ഇവിടേക്ക് വരികയാണ്. ഇത് കാണുമ്പോഴത്തേക്കും വിജയുടെ അച്ഛൻ പറയും, മോനെ നീ എന്തായാലും അതിലേക്ക് കയറ്, അച്ഛൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്നും പറഞ്ഞ് അവനെ ആ ഒരു ബസ്സിലേക്ക് പെട്ടെന്ന് തന്നെ കയറ്റുന്നു. ഇപ്പൊ അയാൾ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല, തന്റെ മകനെ സേഫാക്കി എങ്ങനെയെങ്കിലും ഇവരെ കൊല്ലണം. അതുകൊണ്ട് ഒരു തോക്കെടുത്ത് കയ്യിൽ വെച്ച് വിജയോട് പറയും, മോനെ ഇനി നമ്മുടെ സ്ഥലം നോക്കേണ്ടത് നീയാണ്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ട് പോയിക്കോന്ന് പറഞ്ഞ് ഒരു വില്ലന്മാരുടെ നേർക്ക് അവന്റെ അച്ഛൻ ആ ഒരു തോക്ക് വെച്ച് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. അതുമല്ല ബസ്സിനകത്തിരുന്ന് നമ്മുടെ ധനിയാണെങ്കിലോ അവളും ഇവിടേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ബുള്ളറ്റ് നമ്മുടെ ധനിയുടെ ദേഹത്തേക്ക് കൊള്ളും. അങ്ങനെ അവളകത്തേക്ക് വീഴുമ്പോൾ ഇവിടെ വിജയുടെ അച്ഛനുണ്ടല്ലോ അയാളുടെ ചുറ്റും ഈ ഒരു വില്ലന്റെ ആളുകൾ അങ്ങനെ ചുറ്റി വളഞ്ഞിട്ട് അതിൽ ആ ഒരു അസാസിയൻ പെണ്ണ് അവൾ അങ്ങനെ വന്ന ആ ഒരു ക്രെയിൻ അങ്ങ് ഓഫ് ചെയ്യും. ഇപ്പൊ ആ ഒരു ബസ് നിൽക്കുന്നത് ഈ ഒരു കുഴിയുടെ നടുവിലായിട്ട്, അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല, ഇങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. അങ്ങനെ വിജയ് ഉണ്ടല്ലോ അവനിപ്പോ ആ ഒരു ബസ്സിനകത്ത് നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബിസിനസ്മാൻ അവൻ കാണുന്ന രീതിയിൽ തന്നെ അവന്റെ അച്ഛനെ ഷൂട്ട് ചെയ്തവൻ കൊല്ലുന്നു. ഈ ബസ്സിലുള്ള ഒരുത്തിനെ രക്ഷപ്പെടരുതെന്നും പറഞ്ഞ് ഈ ഒരു ബസ്സിനകത്തേക്ക് എല്ലാവരും ഷൂട്ട് ചെയ്യാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ബസ്സിന് പുറകിലേക്ക് വന്ന് അവന്റെ കയ്യിലുള്ള ഒരു ചെറിയ തോക്കുണ്ട്, അത് വെച്ച് ഇവിടെയുള്ള ഓരോ പോലീസുകാരുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്തിങ്ങനെ കൊല്ലും. അപ്പൊ അവരങ്ങനെ പേടിച്ചിട്ട് കാറിന് പുറകിലെല്ലാം പോയി ഇങ്ങനെ ഒളിച്ചു നിൽക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഹീറോ നേരെ ബസ്സിന് മുകളിലേക്ക് പിടിച്ചു കയറി അവിടെ നിന്ന് ഓടി വന്നിട്ട് ആ ഒരു ക്രെയിൻ ഉണ്ടല്ലോ അതിന്റെ മുകളിലേക്ക് ചാടിയും കയറും. അപ്പൊ അതിനകത്താണ് ആ ഒരു അസാസിയൻ പെണ്ണുള്ളത്. എന്നിട്ട് അതിനകത്തേക്ക് ചാടി കയറിയിട്ട് ഇപ്പോൾ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് അവളെ അടിച്ചു കളഞ്ഞ് ആ ഒരു ക്രെയിൻ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു കുഴിയുടെ അപ്പുറത്തേക്ക് ഈ ഒരു ബസ് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നു. പക്ഷെ അവളാണെങ്കിലോ വെറുതെ ഇരിക്കോ വീണ്ടും ഹീറോയുടെ പുറകെ വന്ന് അവന്റെ തോളിലേക്ക് ചാടി കയറി എന്നിട്ട് നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ഹീറോ അവളെയും പിടിച്ചിട്ട് നേരെ വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ക്രെയിനിന്റെ വാതിലുണ്ടല്ലോ അതിലേക്ക് കൊണ്ടുവന്ന ഒരു ഒറ്റയിടി അവൾ നേരെ താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് അവിടെ നിന്ന് ഓടി ആ ഒരു ബസ്സുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ചാടി അങ്ങ് കയറിയിട്ട് ആ ഒരു ബസ്സിനകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ധനി എന്താ ചെയ്യുന്ന വെച്ചാല് അകത്തിരുന്ന് വീണ്ടും ആ ഒരു തോക്കെടുത്ത് ഈ ഒരു ക്രെയിനിന്റെ സൈഡിലായിട്ട് തന്നെ ഒരുപാട് ബാരലായിട്ട് പെട്രോളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അതങ്ങ് പൊട്ടിത്തെറിക്കുന്നതും ഇപ്പൊ അവിടെയുള്ള വില്ലന്മാരെല്ലാം പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ ടീമും ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു കുഴിയുടെ ഇപ്പുറത്തേക്ക് വന്നു. എന്നിട്ട് ഹീറോ നേരെ ബസ്സിന് മുന്നിലേക്ക് കയറിയിട്ട് ബസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വില്ലന്റെ ടീം എന്താ ചെയ്യുന്നത് വെച്ചാല് അവരും അതേപോലെ തന്നെ ആ ഒരു ക്രെയിൻ വഴി അവരുടെ കാറും ബൈക്കും എല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവരെ വീണ്ടും പുറകെ തന്നെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നത് ഒരു ഒന്നൊന്നര ചേസിംഗ് ആണ്. ഇവർ ബസ് മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവർ പുറകെ ആ ഒരു കാറിലിരുന്ന് തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ധനിയും അതേപോലെ തന്നെ ആ ഒരു പ്രൊഫസറിന്റെ മകളും ഇവർ രണ്ടൊരു തോക്ക് ഉപയോഗിച്ചിട്ട് ബസ്സിലിരുന്ന് തിരിച്ച് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു അസാസിയൻ ഉണ്ടല്ലോ അവളാണെങ്കിൽ ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ അതെല്ലാം വിട്ടുകൊടുക്കുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് മിസ് കൊള്ളാതെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവിടെ ആയിട്ട് വലിയൊരു ടണലുണ്ട്, അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോകാനായിട്ടാണ് നമ്മുടെ ഹീറോയിൻ ടീമും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഇവരാണെങ്കിൽ പുറകിൽ നിന്നിട്ട് ആ ഒരു റോക്കറ്റ് ലോഞ്ചർ പിന്നെയും വിടുമ്പോഴത്തേക്കും ഇത് വന്ന് അതിന്റെ മുകളിലുള്ള ഒരു പാറയിലേക്ക് ഇടിച്ചിട്ട് ഇതെല്ലാം കൂടി താഴേക്ക് വീണ് ആ ഒരു തുരങ്കം ഇപ്പോൾ അടയാറായി. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ഹീറോ നല്ല വേഗതയിൽ ആ ഒരു ബസ് ഓടിച്ചിട്ട് ഈ ഒരു തുരങ്കത്തിനകത്തേക്ക് കയറ്റും. അപ്പൊ ഇവരകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഇവരുടെ കൂടെ തന്നെ വില്ലന്റെ കൂടെയുള്ള ഒരു ബൈക്കറുണ്ട്. അവനിപ്പോ നല്ല വേഗതയിൽ ഈ ഒരു ബസ്സിന് മുന്നിലേക്ക് വന്നിട്ട് ഈ ഒരു തുരങ്കത്തിന്റെ മറുവശം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് ആ ഒരു തുരങ്കം തകർക്കാൻ വേണ്ടി ഒരു ബോംബ് ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ കണ്ടിട്ട് അവൻ അത് സെറ്റ് ചെയ്ത് പോകുന്നതിന് മുന്നേ തന്നെ ബസ് നല്ല സ്പീഡിന് കൊണ്ടുവന്ന് അങ്ങനെ അവന്റെ അടുത്തുകൂടെ അവർ പോയി കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ഇപ്പൊ ആ ഒരു തുരങ്കം മുഴുവനായിട്ട് മൂടുകയാണ്. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലൻ ടീമും വീണ്ടും അവരുടെ പുറകെ തന്നെ വരികയാണ്. അതുപോലെ ആ ഒരു അസാസിയൻ പെണ്ണുണ്ടല്ലോ അവളും കൂടെ തന്നെയുണ്ട്. ഇപ്പൊ ആ ഒരു പോലീസുകാരൻ, നമ്മുടെ ബിസിനസ്സുകാരൻ, അതേപോലെ തന്നെ അസാസിയൻ പെണ്ണ്, ഇവര് മൂന്നുപേരും ഈ ഒരു വണ്ടി ബസ്സിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ വിജയുടെ കയ്യിൽ ആ ഒരു ബസ് കൊടുത്ത് അവനോട് ഓടിക്കാൻ പറയും. എന്നിട്ട് ഇവർ മൂന്നുപേരും ബസ്സിനകത്ത് തീർക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ അസാസിയൻ പെണ്ണും അതേപോലെ തന്നെ ആ ഒരു പോലീസുകാരനും ബസ്സിന് മുകളിലേക്ക് ഇങ്ങനെ കയറാണ്. അങ്ങനെ അസാസിയൻ പെണ്ണ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അകത്തേക്ക് വന്ന് നമ്മുടെ ധനിയെ നല്ലതുപോലെ ഇടിച്ച് അവൾക്കാണെങ്കിൽ ബുള്ളറ്റും കൂടി കൊണ്ടിട്ടുണ്ടല്ലോ അതുകൂടെ തന്നെ അവൾ പിടിച്ചിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾ താഴേക്ക് വന്ന് വീഴുന്നതും ഇത് കണ്ട പ്രൊഫസറിന്റെ മകള് അപ്പൊ എന്നെ കരാട്ട പഠിപ്പിച്ച എന്റെ ഗുരുനാഥനെ തന്നെ നീ ഇടിക്കുമെന്നും പറഞ്ഞ്
അവൾക്കറിയാവുന്ന രീതിയിൽ അവള് അസാസിയനോട് നല്ലതുപോലെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം അവളുടെ കഴുത്തിലേക്ക് ഒരു ഒറ്റ കൊത്ത് അവൾക്ക് അനങ്ങാൻ കഴിയാതെ നിൽക്കുന്നതും ദാനി അങ്ങനെ കാലു മടക്കി ഒരു ഒറ്റ ചവിട്ട് അസാസിനെ ആ ഒരു ബസ്സിൽ നിന്ന് ചവിട്ടി ദൂരേക്ക് എറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഹീറോയുടെ അടുത്ത് ആ ഒരു പോലീസുകാർ ഉണ്ടല്ലോ, അവനാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹീറോയ്ക്കും അധികം നേരം പിടിച്ചിടാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഹീറോയുടെ സഹോദരന്റെ ആ ഒരു അസ്ഥി കൊണ്ടുപോകുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതിങ്ങനെ ഉരുണ്ട അടുത്തേക്ക് വരുന്നത്. അതെടുത്ത് പോലീസുകാരന്റെ തലയിലേക്ക് 2-3 ഇടി ഇടിച്ചിടിച്ചിടിച്ച് അവസാനം നമ്മുടെ പോലീസുകാരനെ ചവിട്ടി ആ ഒരു ബസ്സിന്റെ വെളിയിലേക്ക് ഇടുന്നു. അപ്പോൾ ബസ്സിനകത്തുള്ള ആ ആപത്തെല്ലാം കഴിഞ്ഞു. പക്ഷേ ബസ്സിന് വെളിയിൽ ഇപ്പോഴും അപകടമുണ്ട്. അത് വേറെ ആരുമല്ല, ആ ഒരു ബിസിനസ്മാൻ. ഇനി എന്തായാലും അവനോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബസ് കുറെ ദൂരം ഓടിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് യൂട്ടേൺ അടിക്കും. അപ്പോൾ ആ ഒരു വില്ലൻ ഉണ്ടല്ലോ, അവനിപ്പോൾ കാറിൽ എഴുതിട്ട് അല്ല കുറെ നേരമായിട്ട് ഇവരെ ഫോളോ ചെയ്ത് വന്നു, ഇവരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മലയുടെ വശത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഹീറോ ബസ്സും തിരിച്ചിങ്ങനെ വരികയല്ലേ. എന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഇവന്റെ കാറിലേക്ക് ഒരു ഒറ്റയിടി, എന്നിട്ട് തള്ളി തള്ളി നേരെ ആ ഒരു മലയുടെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ബസ്സിലുള്ളവരോട് ചോദിക്കുന്നുണ്ട് ഇവനെ കൊല്ലണോ അതോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരെല്ലാവരും അവനെ കൊല്ലാൻ വേണ്ടി തന്നെ വോട്ട് ചെയ്യുന്നതും ഓക്കെ കൊന്നുകളയാം എന്നും പറഞ്ഞ് ഇടിച്ചങ്ങ് ആ ഒരു മലയുടെ താഴേക്കിടും. അങ്ങനെ നമ്മുടെ വില്ലനും കാറും നേരെ താഴേക്ക് വീണ് വില്ലന്റെ കഥ അവിടെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ടീമും അവിടെ നിന്ന് ബസ് ഓടിച്ച് ചൈനീസ് ബോർഡർ ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ചൈനീസ് പട്ടാളക്കാരൻ അവിടേക്ക് വന്ന് നിൽക്കാണ്. എന്നിട്ട് ഇവരുടെ പ്രശ്നം എന്തായാലും മനസ്സിലാക്കി ഇവരെല്ലാവരെയും രക്ഷപ്പെടുത്തി വീണ്ടും നേപ്പാളിലേക്ക് തന്നെ പറഞ്ഞുവിടും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണിക്കുമ്പോൾ ആ ഒരു ഗ്രാമത്തിന്റെ തലവനായിട്ട് ഇപ്പോൾ ഉള്ളത് വിജയ് റായി ആണ്. കാരണം അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഒരു ഗ്രാമം നോക്കുന്നത് അവനായിരിക്കും. അങ്ങനെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അതുപോലെ നമ്മുടെ ഹീറോയിലേക്ക് വന്നിരിക്കുന്നതിനാണ് അവന്റെ സഹോദരന്റെ അസ്ഥി ഈ ഒരു എവറസ്റ്റിന്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി. അതിനുവേണ്ടി ദാനിയും ഹീറോയും ആ ഒരു എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറിയിട്ട് അവന്റെ സഹോദരന്റെ ആ ഒരു ഭസ്മമുണ്ടല്ലോ അത് ആ ഒരു മലയുടെ മുകളിൽ വെച്ച് തന്നെ കാറ്റിലിങ്ങനെ പറത്തി വിടുന്നതും സഹോദരന്റെ അവസാനത്തെ ആ ഒരു ആഗ്രഹവും അവൻ നിറവേറ്റി. ഇനിയിപ്പോ എന്തായാലും തിരിച്ച് തന്റെ നാട്ടിലേക്ക് തന്നെ പോകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹീറോയെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കുന്നത് ധനി തന്നെയാണ്. പക്ഷെ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ധനിയുടെ കടലിൽ നിന്നും നല്ലതുപോലെ കണ്ണീര് വരുന്നുണ്ട്. കാരണം എന്തോ ഒരു വിഷമം അവൾക്ക് ഉള്ളിലുണ്ട്. അങ്ങനെ ഹീറോ അവളോട് യാത്രയെല്ലാം പറഞ്ഞ് അകത്തേക്ക് കയറിയിട്ട് പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോയ്ക്കും എന്തോ ഒരു കാര്യം അവിടെ വിട്ടിട്ട് പോയതുപോലെ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ദാനി ഇപ്പോഴും അവിടെ നിന്ന് പോയിട്ടില്ല. അവൾ ആ ഒരു കാറിനടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും ഹീറോ അങ്ങനെ ഓടി വന്ന് രണ്ടുപേരെ കെട്ടിപ്പിടിക്കുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കാണ്. ഇത്രയും നേരം നമ്മൾ ഈ ഒരു മൂവിയിൽ കണ്ടത് ആക്ഷനും ഫൈറ്റും മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ഇവർക്ക് രണ്ടുപേർക്കും പ്രണയിക്കാനായിട്ട് സമയം എവിടെ കിട്ടിയെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, എന്നിരുന്നാലും അതൊരു മിസ്റ്ററി ആയിട്ട് വെച്ചുകൊണ്ട് ഈ ഒരു മൂവി എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.